ഹായ്! എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ പോട്ട് ദാൽ കറിയാണ് കേട്ടോ. നമ്മുടെ മൂങ് ദാൽ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. വലിയ മെനക്കേടൊന്നും ഇല്ലാതെ. അപ്പോൾ അതാ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് ആയിട്ട് കമൻസിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ദാൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ അതിലേക്ക് ഞാൻ തടുക്കയാണ് ഇടാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി കടുക്, ജീരകം, 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം എണ്ണ ചൂടായ ശേഷം ഇതിടുക. അപ്പോൾ നല്ലോണം പൊട്ടാനൊക്കെ തുടങ്ങി. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് സോത്തെ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഫ്രഷ് കരിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇട്ടു. പിന്നെ കുറച്ച് കായപ്പൊടി എടുത്തിടുന്നുണ്ട്. ഒരു എന്താ പറയുക, കുറച്ച് കായപ്പൊടി എടുത്തിടുക. ഓക്കെ. പിന്നെ അതിലേക്ക് റഫ്ലി ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനൊരു ഒരു 3, 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുതായിരുന്നു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ നല്ലോണം റഫ്ലി ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതും നല്ലോണം ഒന്ന് സോത്തെ ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കളറ് മാറുമ്പോൾ നമുക്ക് ഒരു ഓണിയൻ റഫ്ലി ചോപ്പ് ചെയ്തത് എടുത്തിടാം കേട്ടോ. ഒരു ഓണിയൻ മതി ഈ ഒരു റെസിപ്പിക്ക്. ഒരു ചെറിയൊരു സവാള മതി കേട്ടോ. അപ്പം അതും നമുക്കൊന്ന് റഫ്ലി ചോപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാനിതിലേക്ക് ഇപ്പോൾ കണ്ടോ, കളറ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഉള്ളി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സവാള എന്ന് പറഞ്ഞ് ശീലമില്ല കേട്ടോ. അതാണ് ഞാൻ ഉള്ളി എന്ന് പറയണത്. പക്ഷേ ചിലർക്ക് ഉള്ളി എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുക. ചെറിയ ഉള്ളി, പിന്നെ മറ്റേ വലിയ സവാള. പക്ഷേ എൻ്റെ വായിൽ എപ്പോഴും ഉള്ളിന്നേ വരുള്ളൂ. അത് ചെറുതായാലും വലുതായാലും. അപ്പോൾ ഒരു സവാള എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റഫ്ലി വലിയ ചെറിയ അങ്ങനെ നൈസ് ചോപ്പ് വേണം എന്നൊന്നുമില്ല. ജസ്റ്റ് റഫ്ലി ഞാൻ ചോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഞാൻ പക്ഷെ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ. അപ്പോൾ അടുത്ത് ഞാനൊന്ന് ഒരു തക്കാളി, ഒരു കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ റഫ്ലി ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടട്ടെ കേട്ടോ. രണ്ടും ഒന്ന് നല്ലോണം ഒന്ന് വാടുമ്പോഴാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊന്ന് വാടിയുമ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇത് ഭയങ്കര എരിവുള്ളൊരു മുളക് പൊടിയായിരുന്നു ഇപ്രാവശ്യത്തെ. പിന്നെ ഒരു ടീസ്പൂണോളം ഞാൻ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇടാൻ പോണത് നമ്മുടെ കൊറിയൻഡർ പൗഡറാണ്. അത് ഞാൻ ഒരു ടീസ്പൂണോളം നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് നന്നായിട്ട് സോത്തെ ചെയ്യാം. പിന്നെ ഇതൊരു വളരെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത്രയും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു ടീസ്പൂണോളം ഞാൻ ഗരം മസാല പൗഡർ ഇടുന്നുണ്ട്. ഗരം മസാല ഒരു ഓപ്ഷണലാണ്, പക്ഷേ ഇട്ടാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ആരെങ്കിലും ഇടാത്തവരുണ്ടെങ്കിൽ ദാൽ കറിക്ക് ഇട്ടൊന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട്. അതിലെല്ലാം ഒന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലോണം ഒന്നും കൂടെ നല്ലോണം സോട്ടേ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ മൂങ് ദാളാണ്. അപ്പോൾ അത് നല്ലോണം 2, 3 പ്രാവശ്യം ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഞാൻ നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ.
ഇതിലേക്ക് ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഉപ്പൊക്കെ പിന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വാദ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ദാ ഞാൻ ഇതിലേക്ക് ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ കുക്കർ അടച്ചു വെച്ചു. കുക്കർ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 വിസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ എനിക്ക് നല്ല കുറുകിയ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇത്രയും കുറച്ചും കൂടെ ഞാൻ വെള്ളം ആഡ് ചെയ്തു ഇതൊന്ന് ലൂസ് ചെയ്യാനായിട്ട്. പിന്നെ ദാ ഞാൻ അതിലേക്ക് നല്ല കൊറിയൻഡർ ലീവ്സും കുറച്ചും കൂടെ കരിവേപ്പില ഇട്ടിട്ട് ഒന്ന് കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഒരു വേറെ തന്നെയാണ്. ഈ കൊറിയൻഡറും കരിവേപ്പിലയും കൂടെ ലാസ്റ്റ് ഇട്ട് കഴിയുമ്പം. അപ്പോൾ ഇതാ നമ്മുടെ ദാൽ കറി റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ഈ ഒരു ഇതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.